ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവരുടെ ഒരു പരാതി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ഏക മകളാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 17-18 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. പക്ഷേ 1-2 പ്രണയങ്ങളൊക്കെ കടന്നു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും സ്നേഹിക്കുന്നില്ല, അച്ഛനും അമ്മയും വേണ്ടവണ്ണം ഈ പെൺകുട്ടിയെ പരിഗണിക്കുന്നില്ല എന്നത്. അച്ഛനും അമ്മയും പറയുന്നത് ഇതിൽ കൂടുതൽ എങ്ങനെയാണ്, കാരണം ഒരൊറ്റ മകളേ ഉള്ളൂ, എല്ലാം അവർ അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽപ്പെട്ടവരൊന്നല്ല, അവർ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഈ മകളെ പോറ്റുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറവെച്ചെങ്കിൽ അതെല്ലാം എല്ലാം പരിഹരിച്ചു കൊടുക്കുന്നൊരു അച്ഛനും അമ്മയാണ്. അവൾക്ക് വേണ്ടിയാണ് അച്ഛനും അമ്മയും ജീവിക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവൾക്കത് ഫീൽ ചെയ്യുന്നില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും അച്ഛനും അമ്മയും വേണ്ടവണ്ണം സ്നേഹിക്കുന്നില്ല, വേണ്ടവണ്ണം പരിഗണിക്കുന്നില്ല, മറ്റുള്ളവരുടെ അച്ഛനും അമ്മയെയും താരതമ്യം ചെയ്തുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിക്കരയുന്നൊരവസ്ഥ, റൂമിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. മാത്രമല്ല ഞാനിപ്പോൾ പോയി ചാവും എന്നൊക്കെ പറയുന്ന സൂയിസൈഡൽ ചിന്തകളുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാധാരണ ഏതെങ്കിലും ഒരു പയ്യൻ ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ സ്നേഹം കാണിക്കുന്നവനും ഏറ്റവും കൂടുതൽ കരുതൽ തരുന്നവനൊക്കെ ചിന്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രണയത്തിൽ ചെന്ന് പെടുന്നത്. ഇവിടെ ഈ പെൺകുട്ടി 2ാമത്തെ പ്രണയത്തിലാണ് ചെന്ന് ചാടുന്നത്. 1ാമത്തെ പ്രണയം ബ്രേക്കപ്പായി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറെ പ്രണയത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ പ്രണയം കൊണ്ട് പ്രണയമാണ് ഇവളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാരണം. വീട്ടിൽ നിന്നുള്ള സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള തോന്നലാണ്. ഇവർ നല്ല കരുതലും സ്നേഹമൊക്കെ കൊടുക്കുന്ന ഒരു പാരൻസ് തന്നെയാണ്, അത്ര മോശക്കാരൊന്നുമല്ല എന്നുള്ളത്. പ്രത്യേകിച്ച് അവർ തമ്മിൽ കാര്യമായിട്ട് ഇൻറ്ററാക്ഷൻ ഇല്ല. ഇവളാണെങ്കിൽ ആ റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കുക എന്നുള്ളതാണ്. ഇവർക്കാണെങ്കിൽ വേറെ ആരും തന്നെ ഇല്ല, വീട്ടിൽ മിണ്ടാനും പറയാനും ആരും തന്നെ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണ് ഒരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ഗെയിം തെറാപ്പി പറഞ്ഞു കൊടുത്തു. ഈ പെൺകുട്ടിയുമായി ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് 2-3 ദിവസമെങ്കിലും കളിക്കുക എന്നുള്ളതാണ്. അതാണ് ഗെയിം തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗെയിം ആ കുട്ടിയും അതിന് തയ്യാറായി എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ കുട്ടിയുമായിട്ടുള്ള നല്ലൊരു ഇൻട്രാക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഗെയിം തെറാപ്പിയിലൂടെ ആ കുടുംബത്തിൻ്റെ മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാക്കാൻ സാധിച്ചു. അവർക്ക് സ്നേഹം പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കി പെൺകുട്ടിക്കും തോന്നി എന്നുള്ളത് അച്ഛനും അമ്മയും മുന്നേ കൊടുത്തിരുന്നതാണ്. പക്ഷേ അത് വ്യത്യസ്ത രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് തീർച്ചയായിട്ടും പെൺകുട്ടിക്ക് അത് വളരെയധികം ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അച്ഛനും അമ്മയും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ അവർക്ക് വേണം എന്നുള്ള ചിന്തയിൽ കടന്നു വരുന്നുള്ളത്. ആ ഗെയിം തെറാപ്പിയായിട്ട് കുറച്ച് കാലം മുന്നോട്ട് പോകട്ടെ എന്നൊരു നിർദ്ദേശം വെച്ചുകൊണ്ട് കൗൺസിലിംഗ് അവസാനിപ്പിച്ചു എന്നുള്ളത്. ഫ്രണ്ട്സ്, ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.